അയ്യോ തരാൻ തരാം. അയ്യോ കൈ പിടിക്ക് തുപ്പണ തുപ്പണ മതിയാ. അങ്ങനെ നമ്മുടെ സ്വത്തുമണിക്ക് ആദ്യമായിട്ട് നമ്മൾ കുറുക്ക് കൊടുക്കാണ് കേട്ടാ. റാഗി കുറുക്കാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പാലല്ലാത്ത എന്തോ ഒരു സാധനം വായിലോട്ട് തിന്നാൻ കിട്ടിയതിന്റെ ആവേശത്തിലായിരുന്നു ആശാത്തി. കുറുക്ക് കൊടുക്കാൻ റാഗി ഞാൻ വാങ്ങി വീട്ടിൽ തന്നെ മുളപ്പിച്ച് ഉണക്കി പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചതാണ് ട്ടോ ഇത്. വലിയൊരു അരിപ്പയിലായിരുന്നു ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറുക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ അരിപ്പെടുത്തിട്ട് 1 സ്പൂൺ മാത്രം എടുത്ത് ഞാൻ അരിച്ചു നോക്കിയപ്പോൾ വീണ്ടും കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ട്ടാ. അപ്പൊ നിങ്ങൾ അരിച്ച് വെച്ചതാണെങ്കിലും കുറുക്ക് കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും ട്ടോ. ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം ഞാൻ പനങ്കൽക്കണ്ടാണ് ട്ടോ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ പനങ്കൽക്കണ്ടം എങ്ങനെ മെൽറ്റ് ചെയ്ത് സിറപ്പ് ഫോമിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ട്ടോ. അതുപോലെ തന്നെ റാഗി മുളപ്പിച്ച് ഉണക്കി പൊടിച്ച് സ്റ്റോർ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്ടോ. താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കൂ ട്ടോ. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ 1 സ്പൂൺ റാഗി എടുത്തിട്ടായിരുന്നു ഞാൻ കുറുക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല തിക്കായിട്ടൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ലൂസി ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ അല്ലേ. ഇടയിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു ട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4ാമത്തെ ദിവസം കുറുക്ക് കൊടുക്കുന്ന നമ്മുടെ സ്വത്തുമണീനെയാണ് ട്ടോ. ആദ്യത്തെ ആവേശമൊന്നും ഇപ്പൊ ഇല്ല ട്ടോ. ആളതെ തുപ്പിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കിടന്നും ഇരുന്നും വളർന്നും തുപ്പിയൊക്കെ നമ്മുടെ സ്വത്തുമണിയുടെ കുറുക്ക് കൊടുക്കൽ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ട്ടോ ഗൈസ്.